മഹാബലിയെ കോമാളിയാക്കണ്ട. കൊമ്പൻ മീശയും കുടവയറുമുള്ള മഹാബലി വേണ്ടെന്ന് ചവറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രമേയം. 14ാം ഡിവിഷനിൽ നിന്നുള്ള മുസ്ലിം ലീഗ് അംഗം മണികണ്ഠനാണ് പ്രമേയം അവതരിപ്പിച്ചത്. ഇക്കാര്യത്തിൽ അവബോധം വളർത്താനുള്ള ശ്രമങ്ങൾ നടത്തും. പ്രമേയം പാസാക്കി സർക്കാരിന് കൈമാറും. മഹാബലിയെ ഇനി കോമാളിയാക്കേണ്ടതില്ല. കൊമ്പൻ മീശയും കുടവയറും ഉണ്ടക്കണ്ണുമുള്ള കോമാളി മഹാബലിയല്ല യഥാർത്ഥ മഹാബലി എന്നാണ് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ചവറ ബ്ലോക്ക് പഞ്ചായത്തിലെ 14ാം ഡിവിഷൻ അംഗം മുസ്ലിം ലീഗിലെ മണികണ്ഠൻ ബ്ലോക്ക് പഞ്ചായത്ത് യോഗത്തിൽ ഒരു പ്രമേയം തന്നെ അവതരിപ്പിച്ചു. ഓണക്കാലത്ത് പ്രചരിപ്പിക്കപ്പെടുന്നതും അല്ലാത്തതുമായ മഹാബലി ചിത്രങ്ങൾക്ക് കൊമ്പൻ മീശയും കുടവയറും വേണ്ട. പുരാണങ്ങളിലെയും പൗരാണിക എൻസൈക്ലോപീഡിയയിലെയും മഹാബലി പരാമർശങ്ങളിൽ കുടവയറോ കൊമ്പൻ മീശയോ ഉണ്ടക്കണ്ണുകളോ മഹാബലിക്ക് ഉള്ളതായി സൂചനയില്ലെന്നാണ് പ്രമേയത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ രാജാവിനെ പോലെ ആരോഗ്യ ദൃഢഗാത്രനായ മഹാബലിയെയാണ് വേണ്ടതെന്ന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രമേയത്തിൽ പറയുന്നു. ഇങ്ങനെ ഇത്തരത്തിലൊരു പ്രമേയം അവതരിപ്പിക്കാൻ കാരണം 4 ആൾ കൂടുന്നിടത്തൊക്കെ, പ്രത്യേകിച്ച് ഓണക്കാലത്ത് കല്യാണ വീടുകളിൽ അങ്ങനെയുള്ള ചടങ്ങുകളിലൊക്കെ ആൾക്കാർ ഓണക്കാലവുമായി ബന്ധപ്പെട്ട അവസരങ്ങളിലാണെങ്കിൽ ഈ മഹാബലിയുടെ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഉണ്ടക്കണ്ണും കുടവയറും കൊമ്പൻ മീശയുമുള്ള ചിത്രങ്ങളെ സംബന്ധിച്ച് പ്രതിഷേധിച്ചിരുന്നു, അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു ചിത്രം അനുയോജ്യമല്ല എന്നും അനുയോജ്യമായൊരു മഹാബലി ചിത്രം ആരെങ്കിലും എന്നെങ്കിലും ഒന്ന് പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് അഭിപ്രായപ്പെട്ടവരിൽ ഒരാളാണ് ഞാൻ ജനപ്രതിനിധിയായി ചവറ ബ്ലോക്ക് പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച അവസരത്തിൽ ഇത്തരത്തിലുള്ള ജനങ്ങളുടെ ആഗ്രഹം പലപ്പോഴും അവരെന്നെ ഓർമ്മിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അവരുടെ ഓർമ്മപ്പെടുത്തലുകളും ആഗ്രഹങ്ങളും ഇത്തരത്തിൽ ഒരു പ്രമേയം അവതരിപ്പിച്ച് കേരള സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അനുയോജ്യമായ മഹാബലി ചിത്രം സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകുമോ, പ്രചരിപ്പിക്കാൻ കഴിയുമോ എന്ന് പരീക്ഷണാർത്ഥം ഒരു പ്രമേയം കൊണ്ടുവന്നതാണ്. പ്രമേയം അംഗീകരിച്ച ബ്ലോക്ക് ഭരണസമിതി അനുയോജ്യമായ ശരീരഭാഷയോടെയുള്ള മഹാബലി ചിത്രം സ്വീകരിച്ച് പ്രചരിപ്പിക്കാനും തീരുമാനിച്ചു. ഇക്കാര്യത്തിൽ അവബോധം വളർത്തും. സംസ്ഥാന സർക്കാരിനെയും തദ്ദേശ സാംസ്കാരിക വകുപ്പ് മന്ത്രിമാരെയും ഇക്കാര്യം അറിയിക്കാനും തീരുമാനിച്ചു. എന്തായാലും ഇക്കുറി ഓണക്കാലം വരുന്നതിന് മുമ്പ് തന്നെ മാവേലിയുടെ രൂപം ചർച്ചയായിട്ടുണ്ട്. പുതിയ രൂപത്തിൽ മാവേലി പുനരവതരിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. ന്യൂസ് ബ്യൂറോ, ചവറ.